ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടല്ല. നിങ്ങളുടെ അനുമതി വാങ്ങേണ്ട ആവശ്യവും ഡിവൈഎഫ്ഐക്കില്ല. ഒടുവിലായി മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രീ കെ മുരളീധരന് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു നാടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷേ ഒട്ടേറെ വിമർശനങ്ങൾക്ക് UDF-ഉം കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടപ്പെട്ട നിരവധി കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശ്രീ കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ സൗജന്യ ഉച്ചഭക്ഷണ പരിപാടിയെ ഡിവൈഎഫ്ഐ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മെഡിക്കൽ കോളേജിൽ, നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ, നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ നടപ്പിലാക്കുന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മിസ്റ്റർ കെ മുരളീധരൻ, നിങ്ങൾ പറഞ്ഞത് ബാനർ വയ്ക്കാൻ അനുവദിക്കുകയില്ല, ആശുപത്രികളിൽ ഇപ്രകാരമുള്ള നടപടികൾ അനുവദിക്കുകയില്ല എന്നന്ന് പറയുകയുണ്ടായി. ഡിവൈഎഫ്ഐ അങ്ങയോട് ചോദിച്ചിട്ടല്ല 2017 ആണ്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയപൂർവം എന്ന പേരിൽ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. ഇതിനോടകം ഇന്നേ ദിവസം വരെ 1.75 കോടി പൊതിച്ചോറുകൾ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം വിതരണം ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ആ ചോറ്റുപൊതികൾ സമാഹരിക്കുന്നവരും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹൃദയപൂർവ്വം ഈ ഭക്ഷണപ്പൊതികൾ തരാൻ തയ്യാറാവുകയുണ്ടായി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന്റെ ജനമനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം ശരാശരി 4000 മുതൽ 5000 വരെ പൊതിച്ചോറുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം വിതരണം ചെയ്യുകയാണ്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഒരു മാസത്തിനു മുമ്പ് ഞങ്ങൾ വീടുകളിലേക്ക് ചെന്ന് വിവിധങ്ങളായ കുടുംബാംഗങ്ങളോട് അഭ്യർത്ഥിച്ച് ഞങ്ങളുടെ കമ്മിറ്റികൾ യോഗം ചേർന്ന് ആ വീടുകളിൽ യൂണിറ്റുകളുടെ പ്രവർത്തകർ എത്തിച്ചേർന്ന് അവിടുന്ന് കൊടുക്കുന്ന ചമ്മന്തിയും, അവിടുന്ന് കൊടുക്കുന്ന അവിയലും, അവിടുന്ന് കൊടുക്കുന്ന സാമ്പാറും, അവിടുന്ന് കൊടുക്കുന്ന മീൻകറിയും, അവിടുന്ന് കൊടുക്കുന്ന ചിക്കൻ കറിയും, അവിടുന്ന് കൊടുക്കുന്ന തോരനും, അവിടുന്ന് കൊടുക്കുന്ന മലക്കറി ഉൽപ്പന്നങ്ങളുമെല്ലാം ചേർത്ത വിവിധങ്ങളായ ഭക്ഷണ പൊതികൾ സമാഹരിച്ച് ലോറികളിൽ, ടെമ്പോ വാനുകളിൽ, ഓട്ടോറിക്ഷകളിൽ, മഹീന്ദ്ര വാനിൽ, കാറുകളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. കൊല്ലം ജില്ലാ അതിർത്തിയായ മാവായിക്കുളം മുതൽ തമിഴ്നാട് അതിർത്തിയായ പാറശാല കളിയിക്കാവിള വരെയുള്ള ഈ ജില്ലയിലെ 184 മേഖലാ കമ്മിറ്റികൾ നടപ്പിലാക്കുന്ന 2200ഓളം യൂണിറ്റുകളിൽ നിന്ന് സമാഹരിക്കുന്ന ഈ പ്രവർത്തനം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ശ്രീ കെ മുരളീധര, ഞങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഡിവൈഎഫ്ഐ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടല്ല. നിങ്ങളുടെ അനുമതി വാങ്ങേണ്ട ആവശ്യവും ഡിവൈഎഫ്ഐക്കില്ല.